പറയട്ടെ, എപ്പോഴും കർത്താവിലുള്ള ദൈവമക്കൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റിലുള്ള രാഷ്ട്രീയത്തിന്. ഞാൻ അതിൻ്റെക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലാകട്ടെ മറ്റ് സ്ഥലത്താകട്ടെ ദൈവാശ്രയമുള്ള, ദൈവം വിശ്വസിക്കുന്ന, ദൈവത്തെ പരിഹസിക്കുന്നവരല്ല, ദൈവത്തെ ആശ്രയിക്കുന്നവരെ ഭരിക്കണം. കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനത്ത് ഭരിക്കുന്നതായ ഒരു പാർട്ടിയുടെ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA ആണോ നേതാവാണോ, അദ്ദേഹം MLA നിന്ന് തോറ്റവണോ എനിക്കറിയത്തില്ല. അയാളിങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, ദൈവങ്ങൾ മരിക്കുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവന്റെ ദൈവം മരിച്ചു എന്ന് വളരെ കൃത്യമായി തന്നെ സംഭവം കണ്ടു. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ തലസ്ഥാന നഗരിയിലിരുന്ന്, അയാൾ പേര് സ്വരാജ് എന്നോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു, അയാൾ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, തൻ്റെ ദൈവം മരിച്ചു കാണും. ആ ക്യാമറ നോക്കിയാൽ ഞാൻ പറയട്ടെ, തൻ്റെ ദൈവം മരിച്ചു കാണും, പക്ഷെ എൻ്റെ ദൈവം മരിച്ചില്ല. എന്റെ ദൈവം മരിച്ചില്ല. മിസ്റ്റർ സ്വരാജ്, ലെറ്റ് മീ ടെൽ യു, എന്റെ ദൈവം ജീവിക്കുന്നു. എന്റെ ദൈവം ജീവിക്കുന്നു. അടുത്ത പ്രാവശ്യം നിയമസഭാ ഇലക്ഷന് ക്രിസ്ത്യാനികളെ മുൻപിൽ വന്ന് വോട്ട് തെണ്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് യേശു ക്രിസ്തു കല്ലറയിലല്ല, അവൻ മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ ലെനിൻ അതെ ഉയർത്തെഴുന്നേറ്റില്ല, അയാൾ ഇന്ന് കണ്ണാടിക്കൂട്ടിനകത്ത് അതെ തണുത്തുറഞ്ഞു കിടക്കുന്നു. എന്നാൽ യേശു കർത്താവ് രാജാതി രാജാവായി, കർത്താതി കർത്താവായി അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ കമ്മ്യൂണിസം പരാജയമല്ല, അമ്പേ പരാജയമാണ്. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു ശുദ്ധ പരാജയമാണ്. നിങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമല്ല, നിങ്ങളെ ഒരു പരാജയത്തിന്റെ ചിഹ്നമാണ്. കാരണം യേശു ജീവിക്കുന്നു. ദൈവാശ്രയമുള്ളവരെ എഴുന്നേൽക്കണം.